എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയും തണുപ്പൊക്കെ ആയിട്ടിരിക്കുക അല്ലേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. നമ്മുടെ മക്കളെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം. ഓൾറെഡി ഡിസംബർ മാസമാണ്, പതിവില്ലാതെ പെയ്യുന്ന മഴയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മഴയത്ത് എങ്ങോട്ടാന്നല്ലേ, ഇന്നലെ തൊട്ട് തോരാതെ പെയ്യണ മഴയാലേ. അപ്പോൾ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു, മുറ്റത്തൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പം കുറേ നേരമായിട്ട് അല്പം ഒരു തോർച്ചയുണ്ട്, എന്നാലും ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്തെ വെള്ളമൊക്കെ കുറേയൊക്കെ വലിഞ്ഞിട്ടുണ്ട്, എന്നാലും ആ ഇലയും ചപ്പൊക്കെ വന്ന് അടിഞ്ഞ് വെള്ളം പോവാണ്ട് കിടക്കണേ ഒന്ന് ഞാൻ ചാല് കയറി ഒന്ന് തിരിച്ചു വിട്ടതാട്ടോ. അതുപോലെ തന്നെ അപ്പം തന്നെ ഞാൻ വാർക്കപ്പൊക്കത്തിലേക്കൊന്ന് ഓടിയിട്ടുണ്ട്. നമ്മുടെ വീടിന് ചുറ്റും നല്ല മരങ്ങൾ നിൽക്കണോണ്ടേ, കാപ്പിയും കൊക്കോയൊക്കെ നിൽക്കണോണ്ട് വാർക്കപ്പൊക്കത്തിലേക്ക് കരിയില ചാടി നമ്മുടെ ചെറിയ ഓവുകളൊക്കെയാണ്. അപ്പം അത് പെട്ടെന്ന് അടഞ്ഞു പോകും. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ കയറി വന്നതാണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേരാം, കാരണം പതിവില്ലാത്ത മഴയൊക്കെയാണ്. അപ്പോൾ കരിയില വെയിലാർന്നപ്പോൾ കരിയിലൊക്കെ ചാടിക്കിടക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അങ്ങനെ ഓവൊക്കെ അടഞ്ഞു പോയി വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വാർക്കപ്പക്കത്തിൽ കയറുമ്പോൾ തെന്നി വീഴാണ്ട് ഒന്ന് സൂക്ഷിച്ച് കയറാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നല്ല തണുപ്പും നല്ല മഴയൊക്കെ ആയിട്ട് കോരിച്ചൊരിയണം മഴയൊക്കെ ആയിട്ടിരിക്കുമോ അല്ലേ. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതേ ഞാനൊരു പുതിയ ഐറ്റമൊന്നും അല്ല കേട്ടോ. അതേ നമ്മുടെ ഇതെന്താണെന്ന് കണ്ടപ്പോൾ മനസ്സിലായോ? ഇതെന്താ ഇതാണ് നമ്മുടെ നാടൻ അമ്പഴങ്ങ കേട്ടോ. ഇത് ഞാൻ എനിക്ക് പുളിയാ കഴിഞ്ഞ ദിവസം ചേട്ടായി നല്ല മഴയൊക്കെ അല്ലാണോ. അപ്പോൾ വർക്ക് കഴിഞ്ഞു വന്നപ്പോൾ അങ്ങനെ മഴയത്ത് ചാടിക്കിടന്ന് ചേട്ടായി കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് അല്ലെങ്കിൽ അമ്പഴങ്ങയൊക്കെ ചെറിയൊരു മധുരവും കൂടെ കാണൂല. ഇത് ഞാനൊക്കെ കഴിച്ചേക്കണം അമ്പഴങ്ങാന്ന് വെച്ചാൽ തൊലിക്ക് അങ്ങനെ കട്ടിയൊന്നും കാണില്ല, ചെറിയൊരു മധുരവും കാണും. പക്ഷേ ഇതിന് തൊലിക്ക് നല്ല കട്ടിയുണ്ട്, നല്ല പുളി കേട്ടോ. ഇത് അച്ചാറിടാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടോ തൊലിക്ക് നല്ല ചവർപ്പാണ് ഇതിന്. ഇത് നല്ല സാധാരണ ഇത്രയോടെ വലിയതായിട്ടല്ലേ കാണണേ. അപ്പം എന്തായാലും അമ്പഴങ്ങ ഇതുവരെ അച്ചാറിട്ട് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇത് അച്ചാറിടാൻ വേണ്ടി ഞാൻ എടുത്ത് വയ്ക്കുവാണ്. നമ്മുടെ നാളത്തെ റെസിപ്പിയാണ് ഇതിൻ്റെ അച്ചാറിടയിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. പൊന്നിന് വേണം അമ്പഴങ്ങ. നീ അമ്പഴങ്ങ തിന്നിട്ടുണ്ടോ? ഒന്ന് കടിച്ചു നോക്കി. നല്ല നോക്ക് പൊന്നെ നോക്കിയേ. പുളിയാന്ന് നീ എങ്ങനെയാ പറഞ്ഞേ? പൊന്നിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണട്ടെ. അങ്ങോട്ട് തിരിയേ. നമ്മുടെ അമ്മയുടെ മടിയിലിരുന്ന് തിന്നാൻ. പിള്ളേരൊക്കെ തിന്നണ സാധനം എന്തോരം അയ്യോ എന്നാ പൊന്നോ. അയ്യോ പൊന്നു തിന്നണട്ടെ, എന്റെ കൂടെ പല്ല് വിളിക്കുമല്ലോ പൊന്നു. നീ ഒന്നൊക്കെ നോക്കടാ, നീ തിന്നാത്ത സാധനല്ലേ. ഇതിൽ നല്ല അത്യാവശ്യം വലിയ കായും കേട്ടോ ഇതില്. അപ്പം എല്ലാവരും നല്ല കെയർ ആയിട്ടിരിക്കണം കേട്ടോ. മഴയും തണുപ്പും, ഒന്നാമത് ഡിസംബർ മാസം. പിന്നെ നമ്മുടെ പതിവ് തെറ്റിയുള്ള മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല കെയർ ആയിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിക്കുക, കുട്ടികളെയെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.